ജനസേവ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഉബൈദ്. ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള ചില ആളുകളൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം ഭൂമി തരംമാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് സംബന്ധിച്ചും ആ അപേക്ഷയുടെ പ്രോസസ്സിംഗ് സംബന്ധിച്ചും ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ലളിതമായി ഒന്ന് വിശദീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യം വിശദീകരിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി പറയുമ്പോൾ അപേക്ഷ കൊടുക്കുന്ന ഒരാൾക്ക് ഒരു വീഡിയോ നോക്കി പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് അപേക്ഷ കൊടുക്കുന്ന ഇത് സംബന്ധിച്ചും അപേക്ഷയുടെ കൂടെ വെക്കേണ്ട രേഖകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അപേക്ഷയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അപേക്ഷ ഭൂമി തരംമാറ്റുന്നതിന് വേണ്ടി നമുക്കറിയാം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഫോറം 6 അപേക്ഷ കൊടുക്കുന്നത് 50 സെന്റിൽ താഴെ ഭൂമിയുള്ള, അതായത് 20.26 താഴെയുള്ള ഭൂമിക്കാണ് ഫോറം 6 അപേക്ഷ കൊടുക്കേണ്ടത്. 20.20 കൂടുതൽ, അതായത് 50 സെന്റിൽ കൂടുതലുള്ള ഭൂമിക്കാണെങ്കിൽ ഫോറം നമ്പർ 7 അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷയോടൊപ്പം 1000 രൂപ നമ്മൾ ട്രഷറിയിൽ ഒടുക്കിയിട്ടുള്ളതിന്റെ റെസീറ്റ് ഇതിന്റെ കൂടെ വെക്കണം. അതോടുകൂടെ അപേക്ഷയോടൊപ്പം ഈ ഭൂമിയുടെ നികുതി രസീതിയുടെ പകർപ്പ് വെക്കണം. അതോടൊപ്പം ആധാരത്തിന്റെ പകർപ്പ് വെക്കണം. 4-മതായി വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ലൈസൻസ് ഉള്ള സർവേയർ തയ്യാറാക്കിയിട്ടുള്ള ഭൂമിയുടെ സ്കെച്ച് വെക്കണം. അതുപോലെ തന്നെ മേൽഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഉൾപ്പെട്ടിട്ടില്ല എന്നത് സംബന്ധിച്ച കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം വെക്കണം. ഇനി 6-മതായി വെക്കേണ്ടത് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കെട്ടിടത്തിന്റെ പ്ലാൻ വെക്കണം. അതോടൊപ്പം തന്നെ 7-മതായി വെക്കേണ്ടത് സൗജന്യമായി, അതായത് 25 സെന്റ് ഭൂമിയിൽ താഴെ, അതായത് 30/12/2017 മുമ്പ് 25 സെന്റിൽ താഴെയുള്ള ഭൂമിയായിരുന്നുവെങ്കിൽ ആ ഭൂമിക്കാണ് സൗജന്യം ലഭിക്കുക തരംമാറ്റത്തിൽ. ആ സൗജന്യം ലഭിക്കാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ ആ സൗജന്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സത്യപ്രസ്താവന വെക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. ഫോറം നമ്പർ 7 അപേക്ഷിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രേഖകളോടൊപ്പം ഈ സൗജന്യത്തിന് വേണ്ടിയുള്ള സാക്ഷ്യപത്രത്തിന് പുറത്ത് അവർ വെക്കേണ്ടത് ഈ ഭൂമി 10% ഭൂമി എന്ത് വേണം, ജലസേചനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. 50 സെന്റിൽ കൂടുതൽ വരുന്ന ഭൂമി തരം മാറ്റുന്ന സമയത്ത് 10% ഭൂമി ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കുന്ന ഭൂമിയെ നീല കളറിലും മറ്റു ഭൂമിയെ ചുവപ്പ് കളറിലും രേഖപ്പെടുത്തിയിട്ടുള്ള സ്കെച്ച് അതിന്റെ കൂടെ വെക്കണം. അതാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. ഈ അപേക്ഷയാണ് നമ്മൾ ഓൺലൈനായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ കയറി നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. നമ്മൾ അങ്ങനെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ അപേക്ഷ നേരെ RDOയുടെ അല്ലെങ്കിൽ അതാത് താലൂക്കിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടറുടെയിലേക്കാണ് അപേക്ഷ ലഭിക്കുക. ഡെപ്യൂട്ടി കലക്ടർ അല്ലെങ്കിൽ RDO ഈ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറം നമ്പറിൽ 6 അപേക്ഷയാണെങ്കിൽ അത് വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ടിന് വേണ്ടി കൊടുക്കും. ഫോറം നമ്പറിൽ 7 അപേക്ഷയാണെങ്കിൽ വില്ലേജ് ഓഫീസർക്കും അതോടൊപ്പം തന്നെ ഈ നമ്മൾ ജലസേചനത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൂടി ആവശ്യമുള്ളതുകൊണ്ട് കൃഷി ഓഫീസർക്കും നൽകും. അങ്ങനെ വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടും കൃഷി ഓഫീസറുടെ റിപ്പോർട്ടും വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിന്മേൽ ആ ഭൂമിയിൽ സബ് ഡിവിഷൻ ആവശ്യമുള്ളതാണെങ്കിൽ തഹസിൽദാർക്ക് സബ് ഡിവിഷന് വേണ്ടി നൽകും. അങ്ങനെ സബ് ഡിവിഷൻ ആവശ്യമില്ലാത്തതാണ് സബ് ഡിവിഷൻ ഇല്ലാതെ തരം മാറ്റിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ഇതാണ് അതിന്റെ അപേക്ഷയുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപേക്ഷ നൽകുന്ന അപേക്ഷയുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചുരുക്കി പറയാനുള്ളത്. ഇനി വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ടിന് വേണ്ടി അയച്ചാൽ വില്ലേജ് ഓഫീസർ എന്തെല്ലാമാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഒന്ന്, അപേക്ഷാ ഭൂമിയുടെ സ്കെച്ച് റിപ്പോർട്ടിനൊപ്പം സ്കെച്ച് സാക്ഷ്യപ്പെടുത്തണം. ഈ സ്കെച്ച് തന്നെയാണ് ഇതിന്റെ കൂടെ തന്നിട്ടുള്ളത് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തണം. അപേക്ഷാ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള പുരയിടത്തിന്റെ ന്യായവില, അതായത് ഇതിന് ഫീസ് ഈടാക്കുമ്പോൾ അപേക്ഷിക്കുന്ന ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള പുരയിടത്തിന്റെ ന്യായവിലയാണ്
ഫീസ് ആയി കണക്കാക്കുക. അപ്പോൾ ആ ന്യായവില സംബന്ധിച്ചുള്ള രേഖ തന്നെ അതിന്റെ കൂടെ സമർപ്പിക്കണം. അപേക്ഷാ ഭൂമിയുടെ വിവിധ വശങ്ങളിൽ നിന്നുള്ള, അത് അപേക്ഷിക്കുന്ന നമ്മൾ ഈ തരം മാറ്റുന്നതിന് വേണ്ടി കൊടുത്ത ഭൂമിയുടെ വിവിധ വശങ്ങളിൽ നിന്ന് വില്ലേജ് ഓഫീസർ ഫോട്ടോ എടുത്തുകൊണ്ട് ആ ഫോട്ടോ അതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം സൗജന്യ തരം മാറ്റത്തിന് വേണ്ടി അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30/12/2017 മുമ്പ് 25 സെന്റിൽ അധികരിച്ചിരുന്നില്ല എന്ന സംബന്ധിച്ചുള്ള പ്രസ്താവന കൊടുക്കണം. അപേക്ഷ പിന്നെ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പിന്നെ അപേക്ഷയുടെ പേരും വിലാസവും റെഡിയാണെന്നുള്ളത് ചെയ്യണം. ഡിവിഷണൽ ഓഫീസറുടെ ഫയൽ നമ്പർ ഉണ്ടാവണം. അപേക്ഷ ഭൂമിയുടെ വില്ലേജും ദേശവും സംബന്ധിച്ച് ഉണ്ടാവണം. റീസർവേ നമ്പർ, ആധാരത്തിന്റെ നമ്പർ, സർവേ ഓഫീസിന്റെ റീസർവേ ഓഫീസിന്റെ നമ്പർ, അതുപോലെ തന്നെ സൗജന്യ തരം മാറ്റം ആവശ്യപ്പെടുന്നുവെങ്കിൽ 30/12 ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ നിലവിൽ കെട്ടിടം അതിനുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ വിസ്തീർണം സംബന്ധിച്ച് റിപ്പോർട്ടിൽ വേണം. അപേക്ഷ ഉൾപ്പെടുന്ന ഭൂമി ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനകത്ത് വേണം. ഫീസ് അടക്കേണ്ട കേസുകളിൽ അപേക്ഷാ ഭൂമിയുടെ സമാന പുരയിടത്തിന്റെ നേരത്തെ പറഞ്ഞ ആ രീതിയിലേക്ക് അത് റിപ്പോർട്ടിനകത്ത് വേണം. സ്വഭാവ വ്യതിയാനത്തിനായി ആവശ്യപ്പെട്ടുള്ള ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിനകത്ത് വരണം. അപ്രകാരം ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ഥിരമായി കാണുന്ന നീർച്ചാലുകളോ തണ്ണീർത്തടങ്ങളോ നിലവിലുണ്ടോ എന്നുള്ളത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ, ഇപ്പോ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭൂമി, എന്നാൽ ആ ഭൂമിയിൽ സ്ഥിരമായി കാണുന്ന നീർച്ചാലുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടിനകത്ത് വേണം. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് റിപ്പോർട്ടിനകത്ത് വേണം. വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിൽ സ്ഥലത്തിന്റെ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ വേണം. സ്വഭാവ വ്യതിയാനം അനുവദിക്കുന്ന ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ സമീപ ഭൂമിയിലേക്കുള്ള വരമ്പ് നടപടിയൊക്കെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ടിനകത്ത് വേണം. സ്വഭാവ വ്യതിയാനം വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന സമീപത്തുള്ള നെൽവയലുകളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിനകത്ത് വേണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ സമീപത്ത് നെല്ല് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള റിപ്പോർട്ടിനകത്ത് വേണം. സ്വഭാവ വ്യതിയാനം വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ചുറ്റുമുള്ള വസ്തുക്കളുടെ വിശദാംശങ്ങൾ, തരം, സർവേ നമ്പർ, അതിന്റെ മുതലായ വേണം. സ്വഭാവ വ്യതിയാനത്തിന് അപേക്ഷിക്കുന്ന വസ്തു സംബന്ധിച്ച വിവരം അപേക്ഷകന്റെ വിവിധ സർവേ നമ്പറുകളിൽ ഒന്നായി കിടക്കുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേണം. കൈവശ വസ്തുവിന്റെ മൊത്തം വിസ്തീർണം വേണം. സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിനായി അപേക്ഷിക്കുന്ന ഭൂമിയുടെ വിസ്തീർണം അതിന് പ്രത്യേകം വേണം. നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അതായത് 17 കാര്യങ്ങളാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനകത്ത് വേണ്ടത്. അങ്ങനെയാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആ വില്ലേജ് ഓഫീസറുടെ ഇപ്പോൾ ഫോറം നമ്പർ 17 ഫോറം നമ്പർ 7 നമ്മൾ അപേക്ഷിക്കുന്നുവെങ്കിൽ ആ അപേക്ഷ 7 അപേക്ഷിക്കുമ്പോൾ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് കൂടി വേണം. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട്, അതായത് ഈ 10% നമ്മൾ ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചത് ജലസേചന ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്നും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് കൃഷി ഓഫീസറുടെ വേണ്ടത്. ഇതാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനകത്ത് വേണ്ടത്. ഈ കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അപേക്ഷ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. പിന്നെ ഈ അപേക്ഷകർക്ക് പ്രയോറിറ്റി, ഇപ്പൊ പലർക്കുള്ള പ്രശ്നം കുറെ കാലങ്ങളായി അപേക്ഷ ഇങ്ങനെ കൊടുത്തിട്ട് ആ അപേക്ഷയിൽ നടപടിയും പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച് അപേക്ഷയ്ക്ക് ഒരു കാര്യം സർക്കാർ പ്രത്യേക SOP ഇറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന നടപടിക്രമങ്ങൾ എല്ലാ പ്രദേശത്തുകളും ഇത്തരം നടപടിക്രമങ്ങൾ മാത്രമേ പാലിക്കാവൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമുക്കറിയാം, നമ്മുടെ പാലക്കാട് ജില്ലാ കലക്ടർ ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനെ കലക്ടർക്ക് ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കാൻ ഇല്ല. സർക്കാർ സംസ്ഥാന വ്യാപകമായി ഏകീകരിച്ച രീതിയിലേക്ക് ഒരു SOP ആണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ്. ഇനി പ്രയോറിറ്റി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ഈ ഭൂമി ഇപ്പോൾ ഒരു മാരക രോഗമുള്ള ഒരാൾക്ക് അയാളുടെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി അയാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഈ ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയോ വായ്പ എടുക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ എടുക്കാനോ വിൽക്കുന്നതിന് വേണ്ടിയോ ആണ് ഭൂമി തരം മാറ്റുന്നതെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ
അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് സർക്കാർ. അല്ലാത്തതിനൊന്നും പ്രയോറിറ്റി കൊടുക്കില്ല. അപ്പൊ ഈ രീതിയിൽ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി തരം മാറ്റി ലഭിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാൻ. അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി ഞങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഇതിൽ വേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങളുടെ കൈപ്പുസ്തകത്തിനകത്ത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൈപ്പുസ്തകത്തിന്റെ ലിങ്ക് ഇതിനകത്തുണ്ട്. ആ ലിങ്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷ കൊടുക്കുമ്പോൾ വേണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും നമ്മുടെ താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ വലിയൊരു വിഭാഗവും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൃത്യമായ രേഖകളില്ലാത്തതിന്റെയും അതുപോലെ തന്നെ മറ്റു പല രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ ഈ പറയുന്ന രേഖകളല്ലാതെ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടരുത് എന്ന് സർക്കാർ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന രേഖകൾ കൃത്യമായി വെച്ചു എന്ന് ഉറപ്പുവരുത്തി അപേക്ഷ കൊടുത്താൽ നിങ്ങളുടെ അപേക്ഷ പെട്ടെന്ന് തീരുമാനമാകും എന്നാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റം വരുത്തി. കാരണം ഇപ്പൊ പുതുതായി വന്നുള്ള 2026 വരെ ഈ 2026 വരെയുള്ള പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷയുടെ നടപടിക്രമങ്ങൾ, അത് സംബന്ധിച്ചുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഫീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം വിശദമായി അതിനകത്തുണ്ട്. ആ ഈ ബുക്കിന്റെ ലിങ്ക് ഇതിന്റെ താഴെയുണ്ട്. ആ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി തരം മാറ്റുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലേക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം, സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ചാനലാണ്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവർക്കും വളരെ സഹായകരമാകും. ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക് ഡാറ്റാ ബാങ്ക് ഭൂമി തരംമാറ്റൽ സഹായി എന്ന് പറയുന്ന ആ ഈ ബുക്കിൻ്റെ ലിങ്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.